ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ നെടുങ്കണ്ടത്തെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ. നെടുങ്കണ്ടം കല്ലാറിൽ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിന് മുമ്പിലുള്ള ചാർജിംഗ് സ്റ്റേഷനാണ് ചെളി നിറഞ്ഞ വാഹനങ്ങൾ ചെളിയിൽ താഴ്ന്നു പോകുന്നത് പതിവ് കാഴ്ചയായിരിക്കുന്നത്. രാജ്യത്തെമ്പാടും പ്രത്യേകിച്ച് കേരളത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ തരംഗമായി മാറിക്കഴിഞ്ഞപ്പോൾ KSEBയുടെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ കേരളത്തിൽ ഉടനീളം സ്ഥാപിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി നെടുങ്കണ്ടത്തെ KSEB ബോർഡിന്റെ കല്ലാർ ഓഫീസ് കെട്ടിടത്തിനു മുമ്പിൽ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചു. എന്നാൽ ആർക്കോ വേണ്ടി സ്ഥാപിച്ച രീതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ചാർജിംഗ് സ്റ്റേഷനിൽ ഒരു വാഹനമെത്തി ചാർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ചാർജിംഗ് സ്റ്റേഷന് മുമ്പിൽ ചെളി നിറഞ്ഞ് ഒരു ഇരുചക്ര വാഹനം എത്തിയാൽ പോലും ചെളിയിൽ താഴ്ന്നു പോകുന്ന അവസ്ഥയാണ് ഉള്ളത്. മഴ പെയ്ത് വെള്ളം കെട്ടി ചെളി പാടമായി മാറിയിരിക്കുക ഇവിടം. കൂടാതെ ഇങ്ങനെയൊരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ള അറിയിപ്പ് ബോർഡും സ്ഥാപിച്ചിട്ടില്ല. അറിഞ്ഞുകേട്ട് ചാർജ് ചെയ്യാനെത്തുന്നവരുടെ വാഹനം ചെളിയിൽ താഴുക പതിവ് സംഭവമാണ്. നിരവധി ടൂറിസ്റ്റുകൾ അടക്കമുള്ളവർ സഞ്ചരിക്കുന്ന മൂന്നാർ ഹൈവേയിലാണ് കല്ലാറിൽ ഇങ്ങനെയൊരു ചാർജിംഗ് സ്റ്റേഷൻ സ്ഥാപിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഇവിടെ ചാർജ് ചെയ്യാനെത്തിയ ഓട്ടോ ചെളിയിൽ താഴ്ന്നു പോകുകയും അതുവഴി കടന്നുപോയ നെടുങ്കണ്ടത്തെ വ്യാപാരി സുഹൃത്തുക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവർ അത് തള്ളി റോഡിലേക്ക് കയറ്റാൻ ശ്രമിക്കുമ്പോൾ ചെളി നിറഞ്ഞ കുഴിയിൽ വണ്ടിയുടെ ചക്രം കറങ്ങി സഹായിക്കാനെത്തിയ വ്യാപാരി സുഹൃത്തുക്കളുടെ മേലാസകലം ചേറിൽ കുളിക്കുന്ന അവസ്ഥയും ഉണ്ടായി. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. കുമളി മൂന്നാർ ഹൈവേയുടെ സൈഡിൽ ഇതുപോലെ ഇത്രയും ഇലക്ട്രിക് വാഹനങ്ങളും സ്കൂട്ടറുകളും ഓട്ടോറിക്ഷകളും കാറുകളും ഈ റോഡ് സൈഡിൽ ഒരു ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിട്ട് അതിനൊരു ബോർഡ് പോലും പറ്റുന്ന ഒരു അറിയിപ്പ് കൊടുക്കാതെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഒന്നും ക്ലീൻ ചെയ്യാതെ ഒരു വൃത്തികേടാക്കിയിട്ട് ഒരു വണ്ടി പോയാൽ തിരിച്ചിറങ്ങി വരാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലിട്ടേക്കുന്നത് അത് തികച്ചും അനാസ്ഥയാണ്. ഇതിനൊരു മാറ്റം ഉണ്ടാകണം. നമുക്ക് നേരത്തെ മുൻകാലങ്ങളിൽ അറിയാം, കറണ്ട് പോയാലൊക്കെ മണിയാശാൻ ഇവിടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ജനങ്ങളുടെ ഒരു സുവർണ കാലമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നേരെ തിരിച്ച് ഈ ഉദ്യോഗസ്ഥന്മാരുടെ അഴിമതി ഉത്തരങ്ങ് ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് സർക്കാർ നടത്തുന്ന അനുകൂലമായ നയങ്ങൾക്കെല്ലാം എതിരാണ് ഇവർ കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അത് പ്രദർശിപ്പിക്കാൻ പോലും ഇതിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഇതൊന്നും തികച്ചും നിരുത്തരവാദപരമാണ്. ഇതിനെതിരെ ജനങ്ങളായ എല്ലാവരും പ്രതികരിക്കും. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായ സമിതിയൊക്കെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാണ്. ഇതിനൊരു മാറ്റം വരുത്തണം. അവിടെ ഒരു ബോർഡ് സ്ഥാപിച്ച് അത് നല്ല രീതിയിൽ അവിടെ ഒരു മക്കിറക്കിയോ ഒക്കെ ഇത് പൈസ മേടിച്ച് ചാർജിങ് ചെയ്യുന്ന ഒരു സ്റ്റേഷനാണ്. അതിൻ്റെതായ ഒരു പരിഗണന അതിന് നൽകണം. അവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ ചാർജ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് ഇപ്പോഴാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ തന്നെയാണ് പലരും അങ്ങനെ ഒരു ചാർജിങ് സംവിധാനം ഉണ്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചത്. സംസ്ഥാനത്ത് ചാർജിംഗ് സ്റ്റേഷനിൽ നിന്നും KSEBക്ക് മാസം ലഭിക്കുന്നത് 28.15 ലക്ഷം രൂപയാണ്. കേരളത്തിലെ നിരത്തുകളിൽ 1.6 ലക്ഷം വൈദ്യുത വാഹനങ്ങളാണ് ഓടുന്നത്. ഫാസ്റ്റ് ചാർജിംഗ് ഒരു യൂണിറ്റിന് 13 രൂപയാണ്. സ്ലോ ചാർജിംഗ് 9 രൂപയും 18% GSTയും നൽകണം. വൈദ്യുത തൂണിൽ ഘടിപ്പിച്ചിട്ടുള്ള ചാർജിംഗ് സ്റ്റേഷനുകളിലൂടെ 75.78 ലക്ഷം രൂപയുടെ വരുമാനമാണ് ഇതുവരെ ലഭിച്ചത്. അനർട്ട് വഴി സ്ഥാപിച്ച ഈ കാറുകൾക്കായുള്ള ഫാസ്റ്റ് ചാർജിങ്ങിൽ നിന്ന് സ്ഥലത്തിന്റെ പ്രാധാന്യമനുസരിച്ച് മാസം 5000 മുതൽ 45,000 രൂപയും ലഭിക്കുന്നുണ്ട്. KSEBയുടെ കീഴിൽ 63 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളും വൈദ്യുതി തൂണിൽ 1169 ചാർജിംഗ് സ്റ്റേഷനുകളുമാണ് ഉള്ളത്. സ്വകാര്യ മേഖലയിൽ നിന്നുൾപ്പെടെ 680 ചാർജിംഗ് സ്റ്റേഷനുകളുമുണ്ട്. വൈദ്യുത വാഹനം ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗവും വീടുകളിൽ ചാർജ് ചെയ്യുന്നവരാണ്. ഈ ഇനത്തിലും KSEBക്ക് വരുമാനം ലഭിക്കുന്നുണ്ട്. പുതുതായി ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ 2392 സ്ഥലങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് വാഹന ചാർജിംഗ് സംവിധാനത്തിലൂടെ KSEBക്ക് പ്രതിവർഷം ലഭിച്ച വരുമാനത്തിൽ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. 2021-22 വർഷത്തിൽ 6.46 ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത്. 2022-23 വർഷത്തിൽ 33.62 ലക്ഷം രൂപയായി. 2023-24 വർഷത്തിൽ 2.6 കോടി രൂപ വാഹന ചാർജിങ്ങിലൂടെ KSEBയുടെ അക്കൗണ്ടിൽ എത്തിയതായാണ് വിവരം. വൈദ്യുതി വാഹനങ്ങളുടെ എണ്ണത്തിലും വലിയ വർധനവാണ് ഓരോ വർഷവും ഉണ്ടായിരിക്കുന്നത്. 2020-ൽ 1364 ഇലക്ട്രിക് വാഹനങ്ങളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത്. 2021-ൽ അത് 8736 ഉയർന്നു. 2022-ൽ 39,615 2023-ൽ 75,797 ഇലക്ട്രിക് വാഹനങ്ങളും സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തു. 2024-ൽ ഇതുവരെയുള്ള കണക്കനുസരിച്ച് 40,326 യൂണിറ്റ് ഇലക്ട്രിക് വാഹനങ്ങളാണ് നിരത്തിൽ എത്തിയിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക് ഇടുക്കി.
കുഞ്ഞിളം ചിരിക്കായി കുന്നോളം കരുതലേകാൻ ബേബി ഹഗ്. കുട്ടികൾക്ക് മാത്രമായുള്ള കുട്ടികളുടെ ലോകം ഇനി നെടുങ്കണ്ടത്തിന് സ്വന്തം. ബേബി ഹഗ്, കോടതി ജംഗ്ഷൻ, കിഴക്കേ കവല, നെടുങ്കണ്ടം.